CPIയുടെ ദേശീയ മുഖവും മലയാളിയുമായ ആനി രാജയാണ് LDFന്റെ സ്ഥാനാർത്ഥി. ദേശീയ തലത്തിൽ BJP വിരുദ്ധ പോരാട്ടങ്ങളിൽ സജീവ സാന്നിധ്യമായ ആനി രാജ തന്നെയാണ് രാഹുലിന് യോജിച്ച സ്ഥാനാർത്ഥിയെന്ന് CPI കണക്കുകൂട്ടുന്നു. ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടെ രാഹുൽ മത്സരിക്കേണ്ടത് തങ്ങൾക്കെതിരെയല്ല, ഉത്തരേന്ത്യയിൽ BJPക്കെതിരെയാണെന്ന വാദമാണ് ഇടതുപക്ഷം ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശക്തമായി ഉയർത്തുന്നത്. ഡൽഹിയിലെ ഇന്ത്യ മുന്നണി പരിപാടികളിലെ സജീവ സാന്നിധ്യമായ ആനി രാജ വയനാട്ടിലെത്തുമ്പോൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ രാഷ്ട്രീയം ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമായി LDF ഇതിനെ കാണുകയാണ്. CPIM-നേക്കാൾ സജീവമായി ഇന്ത്യ മുന്നണിയിലുള്ളത് CPI ആണെന്നും അതിൻ്റെ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാജ്യത്തെ സ്ത്രീ മുന്നേറ്റങ്ങളിൽ സ്ത്രീ ശബ്ദം ഏറ്റവും ശക്തമായി മുഴക്കുന്നതിന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് ആനി രാജ. അപ്പോൾ ആനി രാജയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണം കേട്ടത്. നിങ്ങൾ ഉണ്ടാകുമോ ഇവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ രൂക്ഷമായി ആളുകൾ ചോദിക്കുന്നു. അതേപോലെ തന്നെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് കാണാമായിരിക്കുമല്ലേ നിങ്ങളെ എന്ന് പറയുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുള്ളവർ, ജനപ്രതിനിധികളായി പോയവർ, അവർ ഈ പാർലമെൻറ്റിലേക്ക് പോയവർ, അവർ ഒരു കാലത്തും ഈ മണ്ഡലത്തിലെ ജനങ്ങളൊരു പ്രതിസന്ധിയിൽ പെട്ട് നിൽക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആരായിരുന്നാലും, അത് ആക്ടിവിസ്റ്റുകളാവും, താങ്കൾ സൂചിപ്പിച്ച പോലെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളാവാം, എല്ലാവരും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന ഒരു വിശ്വാസമുണ്ട്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന വലിയ വിശ്വാസം, വിജയപ്രതീക്ഷ തന്നെ ആനി രാജ പങ്കുവെക്കുകയാണ്. മുബഷീർ P. അക്ബർ LDF ക്യാമ്പിലെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. മുബഷീർ, ഈ LDF ക്യാമ്പിനെ സംബന്ധിച്ച് ഒരു വിജയം അവർ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് കേരളത്തിലല്ല രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്നുള്ള ഇടതു പാർട്ടികളുടെ ആ കൃത്യമായ നിലപാട് ഉയർത്തി കാണിക്കുക, രാഹുൽ ഗാന്ധിക്ക് ഒരു ഈസി വാക്ക് ഓവർ നൽകാതിരിക്കുക എന്നുള്ള പ്രത്യേകമായ ലക്ഷ്യം തന്നെ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുണ്ട്. ആ അർത്ഥത്തിൽ പരമാവധി വോട്ടുകൾ പിടിക്കുകയാണ് ആനി രാജയ്ക്ക് മുന്നിലുള്ള ടാർഗറ്റ്. അങ്ങനെ ആനി രാജാവാകുമോ മുബഷീർ? ബിനിൽ, ആദ്യം തന്നെ വിജയിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടിയല്ല, പൂർണ്ണമായും വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായ ആനി രാജ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വയനാട് ലോക്സഭാ മണ്ഡലം UDFന്റെ കുത്തകയെന്ന് അവർ അവകാശപ്പെടുന്നു എന്ന ഒരു വാദമാണ് മറുഭാഗത്ത് LDF ഉന്നയിക്കുന്നത്. ആനി രാജ എന്ന് പറയുന്നത് നമുക്കറിയാം ദേശീയ തലത്തിൽ CPIയുടെ മുഖമാണ്. നിരവധി മതനിരപേക്ഷ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇടപെടുന്ന, ആ നിലയിൽ പ്രതിഷേധ സമരങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത വ്യക്തി തന്നെയാണ് ആനി രാജ എന്നുള്ളത്. ആനി രാജയെ വയനാട്ടിലെത്തിക്കുന്നതിലൂടെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതു കേന്ദ്രങ്ങൾ വെച്ച് പുലർത്തുന്നത്. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ വയനാട്ടിലെ മാനന്തവാടിയുണ്ട്, അതുപോലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരും കോഴിക്കോട്ടിലെ തിരുവമ്പാടിയും നിലവിൽ നിയമസഭാ മണ്ഡലം ഭരിക്കുന്നത്, അവിടെയുള്ള MLA-മാർ ഇടത് MLA-മാരാണെന്നുള്ളതാണ് ഇവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്നുള്ളത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുൾപ്പെടെ ഈ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതും ഒരു മുതൽക്കൂട്ടാണ്. ആ നിലയിൽ അതൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. 2014 സത്യൻ മൊക്കേരിയുടെ കാര്യം നേരത്തെ VS രഞ്ജിത്ത് സൂചിപ്പിക്കുകയുണ്ടായി. 2014 20,000-ഓളം ഭൂരിപക്ഷത്തിനായിരുന്നു MI ഷാനവാസ് വിജയിച്ചത്. MI ഷാനവാസിന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയ്ക്കാൻ അവിടെ സത്യൻ മൊക്കേരിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. സത്യൻ മൊക്കേരിയും P. സുനീറിനെയും വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഒരു പവർഫുൾ കാൻഡിഡേറ്റ് ആയി തന്നെയാണ് ആനി രാജയെ കണക്കാക്കുന്നത്. വിശേഷിച്ചും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും അധികമുള്ള ഒരു മണ്ഡലം തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും 50% മുകളിൽ വരുന്നുണ്ട്. ആ നിലയിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ ഉൾപ്പെടെ കൃത്യമായ നിലപാട് പറയാൻ ആനി രാജയ്ക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ പ്രചാരണങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഈ പൗരത്വ ഭേദഗതി വിഷയമാണെങ്കിലും BJPക്കെതിരെ ആഞ്ഞടിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ അവർ നടത്തുമ്പോൾ സ്വാഭാവികമായും ബിൽക്കീസ് ബാനു വിഷയത്തിൽ ഇടപെട്ടതാണെങ്കിലും മുഹമ്മദ് അഖിലാഖിന്റെ കേസിൽ ഉൾപ്പെടെ നിയമപോരാട്ടം നടത്തിയതൊക്കെ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷ സ്ഥാനാർത്ഥിക്കും ഇടതു ക്യാമ്പിനും ഉണ്ട് എന്നുള്ളതാണ്. ആനി രാജ വന്നതോടെ CPM എന്ന് പറയുന്ന ആ ഒരു ശക്തി അതും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഈ ഒരു നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതേത് രീതിയിൽ ഈ ഒരു സ്ഥാനാർത്ഥി കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വോട്ടേഴ്സും നോക്കിക്കാണുന്നത്. വന്യമൃഗശല്യം ഒരു ഭാഗത്ത് വളരെ രൂക്ഷമായുണ്ട്. കൂടാതെ ഒരു അവൈലബിൾ MP-യാണ് വയനാടിന് ആവശ്യം എന്നുള്ളതാണ് ആനി രാജ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ടൂറിസ്റ്റ് വിസയിലാണ് ആനി രാജയും
അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് വരുന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ താനൊരു മലയാളിയാണ്, മലയാളത്തിലാണ് ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നത്, ഇവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കും, അതുപോലെ തന്നെ അവർക്ക് അതിനുവേണ്ട ഇടപെടൽ ഏത് രീതിയിൽ നടത്തുമെന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താനും സാധിക്കുമെന്ന് ആനി രാജ പറഞ്ഞു വെക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളെയല്ല വയനാടിന് ആവശ്യം. അടിസ്ഥാനപരമായി ജനങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. വയനാടിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം, ആശുപത്രിയില്ലാത്ത അവസ്ഥ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ വികസനം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായി പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ പറയുക എന്നുള്ള ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആനി രാജയുടെ പ്രചാരണം വയനാട്ടിൽ പോകുന്നത്. വയനാട്ടിൽ വലിയ പ്രതീക്ഷ തന്നെ ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ഉപരി പങ്കുവെക്കുകയും ചെയ്യുകയാണ്.